ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ റനാഞ്ച് മഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇപ്പം പഠിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുന്നു, ഓരോരോ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് പോകുന്നു, എക്സാം എഴുതുന്നു, പഠിക്കുന്നു, എക്സാം എഴുതുന്നു, അങ്ങനെ പോകുന്നു എന്നല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യണം, എന്താണ് എനിക്ക് ജീവിതത്തിൽ എന്താകണം എന്നൊരു ലക്ഷ്യം എന്നില്ലാതെ പോകുന്നവരായിരിക്കും പലരൊക്കെ. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി ചില ആളുകൾ ഉണ്ടാവുമായിരിക്കും ഈ 5th 6th തൊട്ട് തന്നെ നല്ല രീതിക്ക് എനിക്ക് ഇന്നതാണ്, എനിക്ക് ഫ്യൂച്ചറിൽ ഇന്ന എയിമാണ് എനിക്കുള്ളത്, ഇന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ആ ഒരു ലക്ഷ്യത്തോടു കൂടി അതിനു വേണ്ടി പ്രവർത്തിച്ച് പഠിക്കുന്നവരായിരിക്കും ചില ആളുകളൊക്കെ. എന്നാൽ മിക്ക ആളുകളും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെയൊക്കെ പോലെ ലക്ഷ്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ലാതെ ഇങ്ങനെ ഒരു പ്ലാനിലൊന്നും എത്താത്തവർക്ക് വേണ്ടിയിട്ട് പ്ലാനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനി നിങ്ങളൊക്കെ +2 ഒക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്, എൻ്റെ ലക്ഷ്യം ഇതാണ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങി, നിങ്ങൾക്ക് ആ ഒരു ഡ്രീം വന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കഷ്ടപ്പാടുണ്ടാവും. കാരണം +2 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബോർഡ്സ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് +2ന്റെ കൂടെ തന്നെ നമ്മൾ എൻട്രൻസിന് വേണ്ടി പഠിക്കേണ്ടി വരും. പിന്നെ +2 മാത്രമല്ല, +1ന്റെയും എൻട്രൻസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതും ചെറിയ ലെവലൊന്നുമല്ല, ഹൈ ലെവലായിട്ട് തന്നെ നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടി വരും. ഇനിയിപ്പോ നിങ്ങൾ വീഡിയോ കാണുന്ന ഇപ്പൊ 6th 7th 8th പഠിക്കുന്ന ചെറിയ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത്. കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ലക്ഷ്യമില്ലാത്തവർ നിങ്ങൾ കണ്ടെത്തണം, എനിക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ്, എനിക്കൊരു ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റുമോ, ഈ ജോലി എനിക്ക് ഇഷ്ടമാണോ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് ലക്ഷ്യം കണ്ടെത്തണം. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല ഹൈ ലെവൽ ജോബും നല്ല രീതിക്കുള്ള അങ്ങനെയുള്ള പഠിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എൻട്രൻസ് എക്സാം ഉണ്ട്. അല്ല സാധാരണ രീതിക്ക് പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എൻട്രൻസ് എക്സാമിന് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പഠിക്കുക തന്നെ വേണം. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ 8th 9th 10th ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വേണമെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ജോബ് കിട്ടണം, എൻട്രൻസ് എക്സാം ഒക്കെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും 9th 10th എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, +1 +2 അതിന്റെ കൂടെ തന്നെ പോയിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ +1 പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ സാധാരണ രീതിക്ക് പഠിച്ചാൽ പോരാ. അതായത് നോട്ട്സോ അല്ലെങ്കിൽ PDF മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നല്ല രീതിക്ക് തന്നെ വായിക്കണം. അതിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഹാർഡ് ലെവലും ഈസി ലെവലും എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യണം. അതെല്ലാത്തിലും നിങ്ങൾ ഇങ്ങനത്തെ എൻട്രൻസ് എക്സാമിന് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, അതായത് നീറ്റ്, JEE, കീം, അങ്ങനെ നിങ്ങൾ എൻട്രൻസ് എക്സാമിനൊക്കെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ +1 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നല്ല രീതിക്ക് പഠിക്കണം. പിന്നെ +2 ആണെങ്കിൽ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞല്ലോ, നമുക്ക് +2 ബോർഡ് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ എക്സാമിനും പഠിക്കേണ്ടി വരും, എൻട്രൻസ് എക്സാമിനും അങ്ങനെ പഠിക്കുന്നവരുണ്ടാവുമായിരിക്കുമല്ലേ. പിന്നെ അതോടൊപ്പം തന്നെ +1 ടോപ്പിക്സ് നമ്മൾ പഠിക്കണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സാധാരണ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഞാൻ കേട്ടെന്താന്ന് വെച്ചാൽ, ഇങ്ങനത്തെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാം ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ കുറെ എക്സാം എഴുതി പരിചയമാകണം, അങ്ങനെയൊക്കെയാണ്. പലരും കോച്ചിങ് സെന്ററിലൊക്കെ ചേർന്നിട്ട് ആദ്യമേ പഠിക്കുന്നവരുണ്ടാകും. നിങ്ങൾ അങ്ങനെ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചേർന്നിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ നീറ്റ് എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് അങ്ങനെ ഒരു ഇതില്ല. പിന്നെ JEE ആണെങ്കിലും കീം ആണെങ്കിലും, ഇത് ഈ പോലെ കീമൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാത്തിനും ആദ്യമേ കോച്ചിങ് സെന്ററിലൊക്കെ ചേർന്നിട്ട് പഠിക്കുന്നവരാണ് മിക്ക ആളുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ എന്ത് ചെയ്യണം, എനിക്ക് ആ ഒരു ഇതിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ചോദിക്കുമ്പോൾ നിങ്ങൾ കമന്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഏതിനായിക്കോട്ടെ, നീറ്റിനാണെങ്കിലും JEE-ക്കാണെങ്കിലും കീമിനാണെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇനി അതല്ല നിങ്ങൾ സീനിയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ, പഠിച്ച് ഓൾറെഡി ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും കോളേജിലേക്ക് ചേർന്ന് ഇങ്ങനെ പഠിക്കുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണം. പിന്നെ ഒരു കാര്യം, ഇപ്പൊ MBBS അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, മെഡിക്കൽ ഫീൽഡിൽ വേറെ കുറെ ടൈപ്പുകളൊക്കെ ഉണ്ടാവും പഠിക്കുന്ന കോഴ്സുകളൊക്കെ. അതൊക്കെയാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കും, നിങ്ങൾ അത് കമന്റിൽ അറിയിക്കുക. ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും, ഈ കോളേജിലൊന്നും പോകാതെ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ അങ്ങനെ കമന്റ് അറിയിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗിൽ തന്നെ എല്ലാവരും കേൾക്കുന്ന മെക്കാനിക്കൽ സോഫ്റ്റ്വെയർ അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ടൈപ്പ് എഞ്ചിനീയറിംഗ് അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് നല്ല സ്കോപ്പുള്ള ഫീൽഡുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ അറിയിക്കുക. അങ്ങനെ നിങ്ങൾ
എല്ലാം നിങ്ങളുടെ ഇതിപ്പോ ഒരു ചർച്ച പോലത്തെ വീഡിയോ ആണ്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമന്റിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇതാണ് സംഭവം, അപ്പൊ എനിക്കിങ്ങനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതെല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതായിരിക്കും, എനിക്കും യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചർച്ച പോലത്തെ വീഡിയോ ആണെന്ന്. അപ്പൊ നിങ്ങൾ ഇവിടെ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നോക്കി അനലൈസ് ചെയ്ത് എനിക്കും ഒരു പ്ലാൻ ചെയ്യാലോ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്കൊരു ഡ്രീമോ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചെറുപ്പത്തില് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് വലുതാകുമ്പോൾ ടീച്ചർ ആവണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും ഞങ്ങളുടെ സ്കൂളിൽ സിവിൽ സർവീസിന്റെ കോച്ചിങ് ഒക്കെ കുറെ നടക്കുന്നുണ്ടായിരുന്നു. IAS ആവണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായ പോരല്ലോ. നമ്മൾ എന്താണ് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ IAS ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും ഇതിനൊക്കെ എന്താണ് ഓരോരോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ ആഗ്രഹിച്ചാൽ പോലെ നമുക്ക് പിന്നെ വലുതാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ആഗ്രഹവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് വേണ്ട നല്ല രീതിക്ക് പഠിച്ച് പെട്ടെന്ന് എൻ്റെ ഒരു ഇത് അങ്ങനെയാണ് കേട്ടോ. നല്ല രീതിക്ക് പഠിക്കുക എന്നിട്ട് പെട്ടെന്ന് ഒരു ജോബ് അങ്ങനെയാണ്. പിന്നെ അത്ര അങ്ങനെ കഷ്ടപ്പെടുന്ന ടൈപ്പ് അല്ല ഞാൻ. പക്ഷെ എന്നാലും നിങ്ങളിപ്പം പലതരത്തിൽ പഠിക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾ കമന്റ് അറിയിക്കും. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 10th +1 +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയിലെ കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ലക്ഷ്യം തീരുമാനിക്കുക. 10ാം ക്ലാസ്സുകാരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾ സയൻസ് ഏത് സ്ട്രീം എടുക്കുന്നോ ആ സ്ട്രീമിന്റെ ഒപ്പം തന്നെ ഇതാണ് എന്റെ ലക്ഷ്യം കൂടി ചിന്തിച്ചേക്കുക. ഇനി നിങ്ങൾ ലക്ഷ്യമൊന്നും ഒട്ടും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മേഖലകളൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുക. യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വീഡിയോസ് ഒക്കെ. അത് കാണുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനോട് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നാതിരിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു സംഭവം നിങ്ങൾക്ക് ക്യാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെന്തൊക്കെ വേണം, അതിനെന്തൊക്കെ പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ഏറ്റവും നല്ല അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ക്ലാസ് വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചെടുക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പം ഞാനൊക്കെ ഇപ്പൊ +2 ആയി, ഇനി എനിക്ക് അങ്ങനെ എന്തെങ്കിലും എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോ ഒരു പ്ലാൻ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ പഠിക്കണം. കാരണം ഇനി ഒരുപാട് ലേറ്റ് ആക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ടതാണ്. അങ്ങനെയാണ് എല്ലാവരും അധികം പഠിക്കുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓൾറെഡി എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ഏറ്റവും വൈകാതെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒരു പ്ലാനിൽ നിങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. ഈ വീഡിയോയോട് കൂടി തന്നെ എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് കമന്റ്സിലൂടെ കുറെ അറിയാൻ പറ്റും. അതൊക്കെ വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇപ്പൊ ഓണം വെക്കേഷൻ ആണ് വരുന്നത്. അപ്പോഴേക്കും എനിക്ക് വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ തുടങ്ങാനാണ് ഞാനും തീരുമാനിക്കുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെന്നുള്ളതും നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ കമന്റിൽ അറിയിക്കുക. പിന്നെന്താണ് കൂടുതലായിട്ടുള്ള ഒരു ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇനി എങ്ങനത്തെ വീഡിയോസ് ആണ്, പഠിക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് വീഡിയോസ് ചെയ്യാനും ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.